ഈ കാണുന്നത് നമ്മുടെ കോളിഫ്ലവറിൻ്റെയും കേബേജിൻ്റെയും വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കണ ഭാഗം കേട്ടോ. അപ്പോൾ ഇവിടെ ആകെ പുല്ല് മുളച്ച് ആകെ നാശമായി കിടക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞതിൻ്റെ പേരിൽ തന്നെ നമുക്ക് ഇനി അടുത്ത സെക്ഷൻ നടന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോ കൂടിയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഒരു വെജിറ്റബിൾ ഗാർഡൻ സെറ്റ് ചെയ്യണ വീഡിയോയും കൂടിയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പം നമ്മൾ ദൂരം പുല്ല് ചെത്തിക്കളഞ്ഞാലും വീണ്ടും നമ്മൾ വളവും വെള്ളവും കൊടുക്കുമ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ദൂരം ക്ലീൻ ചെയ്താലും വീണ്ടും വരുന്നതിൻ്റെ പേരിൽ ഇപ്പം നമ്മൾ ഈ ഷീറ്റാണ് മേടിച്ചിട്ടേക്കണത് കേട്ടോ. പുല്ല് മുളക്കാതിരിക്കാനുള്ള വീടിനെറ്റാണ് മേടിച്ചിട്ടേക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴെപ്പോഴും ചെത്തേണ്ട കാര്യം വരില്ല. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വിരിച്ചിട്ടുണ്ട്, എല്ലാ ഭാഗത്തും വിരിച്ചിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ടബ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ടബിലാവുമ്പോൾ നമുക്ക് എപ്പോഴും അത് റീയൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ കാണുന്ന മണ്ണൊക്കെ നമ്മൾ ആദ്യം കൃഷി ചെയ്തിട്ട് നമ്മളെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞ മണ്ണുകൾ, ഗ്രോ ബാഗിലെ മണ്ണുകൾ നമ്മൾ ഒന്ന് വെയിലത്തിട്ട് ഇതാക്കി എടുത്തതാണ് കേട്ടോ. അതിനുള്ളിലുള്ള എല്ലാം ഇതും കളഞ്ഞിട്ട് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത മണ്ണാണ്. അപ്പം നല്ല വളമുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും നമ്മൾ അതൊന്നും കൂടിയും അതിൽ കൂടെ നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കതിൽ മറ്റുള്ളത് ഇപ്പോൾ കുമ്മായത്തിന് പകരം ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്യണത് ഡോളോമൈറ്റാണ്. അപ്പോൾ ഡോളോമൈറ്റ് ഇട്ടിട്ട് ഇത് നമുക്ക് എല്ലാ വളവും ചേർത്ത് നമുക്ക് 2 ദിവസം വെച്ചിട്ടാണ് നമ്മൾ നടന്നത്. അപ്പോൾ ഡോളോമൈറ്റ് ചേർക്കുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം നമുക്ക് കഴിഞ്ഞാൽ കൃഷി ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഡോളോമൈറ്റ് ഇട്ട് ചെയ്ത് നോക്കണത്. അപ്പോൾ നമ്മൾ കുമ്മായി ഇട്ടാണ് ഇത്ര ദിവസവും ഇത്ര നാളും നമ്മൾ ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഡോളോമൈറ്റ് ഇട്ടാണ് ചെയ്ത് നോക്കണത്. അപ്പം അതിനായിട്ട് ഇവിടെ ഞാൻ ചാണകപ്പൊടിയും ഡോളോമൈറ്റും എല്ലുപൊടിയും പിന്നെ നമ്മളെ വേപ്പും പിണ്ണാക്കുമാണ് എടുത്ത് വെച്ചിരിക്കണത്. അപ്പോൾ നമുക്കത് മിക്സ് ചെയ്തിട്ട് എങ്ങനെയാണ് കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഡോളോമൈറ്റ്, ഈ ബ്രാൻഡിൻ്റെ ഡോളോമൈറ്റാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കണത്. ഇത് 1 കിലോ വന്നതാണ്. അത് 40 എങ്ങാണ്ട് രൂപയെന്ന് തോന്നണം, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആദ്യം ഡോളോമൈറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ബാക്കിയുള്ളത് അതിൻ്റെ മുകളിൽ കൂടി തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യണത് എല്ലുപൊടിയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള എല്ലുപൊടി അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. അടുത്തത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചാണകമാണ്. ചാണകം നമുക്ക് കൂടുതലായിട്ടും ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്ര നല്ലതാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ വളങ്ങളൊന്നും ആഡ് ചെയ്യണില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ചാണകം അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോഴിവളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കോഴിവളമൊക്കെ ഇടുമ്പോൾ നമ്മൾ അതിൻ്റെ ചൂടൊക്കെ കളഞ്ഞ് ട്രീറ്റ് ചെയ്ത കോഴിവളമായിരിക്കണം ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഞാൻ ചാണകം ഉള്ളതിൻ്റെ പേരിൽ ചാണകവും എല്ലുപൊടിയൊക്കെ ഇട്ട് ഉപയോഗിക്കണത്. നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചകിരിച്ചോറാണ് ഇട്ട് കൊടുക്കണത്. ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണൊന്ന് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് നമ്മളൊന്ന് ഒരു കട്ടിയായിട്ട് തോന്നുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ചകിരിച്ചോറ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മണ്ണെടുക്കണതിൻ്റെ ഒരു പകുതി ഇങ്ങനെ ചകിരിച്ചോറ് എടുത്താൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ അത്ര എടുക്കണില്ല, ഒരു അരഭാഗം എടുക്കാണ്ട് നമ്മൾ ഉള്ളത് തന്നെ വെച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങളെ മണ്ണിൻ്റെ ഇതനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനതാണ് ചകിരിച്ചോറ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറിന് ഇട്ട് കൊടുക്കണത്. ഇനി അടുത്തത് ഇട്ട് കൊടുക്കുന്നത് വേപ്പൻ പിണ്ണാക്കാണ്. വേപ്പൻ പിണ്ണാക്കെന്ന് വെച്ചാൽ അറിയാല, നമ്മുടെ മണ്ണിനുള്ളിലെ നിമാവിരകളും മറ്റുള്ള ഇതൊക്കെ ഉണ്ടാവും. അപ്പം അതിനും ഒരുവിധം നമ്മളെ മണ്ണിൻ്റെ അടിയിലത്തെ കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ എടുത്ത് അത്ര ഇടാണ്ട് കുറച്ച് വേപ്പും പിണ്ണാക്ക് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ എല്ലാ വളം കൂടിയും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കണം കേട്ടോ. അതിനാണ് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തേക്കണത്. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കാം കേട്ടോ. ഇപ്പം എല്ലാവരും കൂടി നമ്മൾ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കൂട്ടിയിടുമ്പോൾ അതിങ്ങനെ അടിയും. അപ്പോൾ നമുക്ക് ആ തരികളൊക്കെ നമുക്കിങ്ങനെ ചൂലുകൊണ്ട് ഇങ്ങനെ മാറ്റി നമുക്ക് കൊടുക്കാം കേട്ടോ. അതിനാണ് നമ്മൾ ഇങ്ങനെ കൂന പോലെ കൂട്ടിയിട്ടേക്കുന്നത്. ഇനി നമുക്കിത് നേരെ ടബിലേക്ക് കൊണ്ട് നിറയ്ക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് ഇങ്ങനത്തെ ടബുകളിലാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമല്ലോ, പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടബ് തന്നെയാണ് നമ്മൾ എടുത്തേക്കണത്. നമ്മൾ ആദ്യം ചെയ്തിരുന്നത് ഇങ്ങനത്തെ ഗ്രോ ബാഗുകളിലാണ്. ഇങ്ങനത്തെ ഗ്രോ ബാഗ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
ഒരു സെക്ഷൻ കഴിയുമ്പോഴത്തേനും നമ്മളുടെ ഗ്രോ ബാഗ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനോ മണ്ണൊന്നും എടുക്കാനോ പറ്റില്ല. അപ്പോഴത്തേനും ഇത് പൊട്ടിപ്പോവും. ഒന്നിലെ ചട്ടിയിലോ അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ ടബുകളിലോ നടണമെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് കാലം കൂടി നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇപ്പോൾ ഇതിനേൽ ഈട് വന്ന ഒരു തരം ഗ്രോ ബാഗ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അത് ഞാൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പം നമ്മുടെ ഇതിൽ 4-5 ഓട്ടിട്ടിട്ടുണ്ട് വെള്ളം പോകാനായിട്ട്. ഇനി നമ്മൾ അതിൽ ഇട്ട് കൊടുക്കണത് ഇങ്ങനെ ഓടും കഷ്ണങ്ങളാണ്. ഈ ഓടും കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൽ കൂടെ വേര് ഇറങ്ങിയിട്ട് നമ്മളെ ഇത് ഹോളൊന്നും അടഞ്ഞു പോവില്ല, മണ്ണും പോവില്ല. അപ്പം നമുക്ക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ മണ്ണിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളെ ടബുകളിലൊക്കെ നമുക്കിനി മണ്ണ് നിറക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ വെച്ചിട്ട് ഇവിടേക്ക് കൊണ്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് മണ്ണ് കേട്ടോ. അതാണ് നമുക്ക് എളുപ്പം. അപ്പോൾ നമ്മൾ മണ്ണൊക്കെ നിറച്ച് കഴിഞ്ഞ് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടിട്ട് ഇനി 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ തൈകൾ നടണം കേട്ടോ. കുമ്മായം ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-14 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് നടാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡോളോമൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലവരപ്പം നടണുണ്ട്. ഞാനിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് നടണുള്ളൂ. ഈ വടി ഇങ്ങനെ തക്കാളി നമ്മൾ ഇത് കൊടുത്തിരുന്ന ഇതാണ്. നമ്മൾ ആദ്യം ചെടികൾ ഹാങ് ചെയ്തിട്ട വടിയാണ്. ഇപ്പം നമ്മൾ പിന്നീട് തക്കാളിയാണ് കൊടുത്തിരുന്നത്. ഇപ്പം നമ്മൾ ഇത് നട്ട് ഇതുമ്മൽ കൂടെ വള്ളി കയറ്റി ഇതുമ്മൽ കൂടെ പടർത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നല്ല വെയിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ നടാൻ വെച്ചേക്കണ തൈകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ തൈകളാണ് നമ്മൾ ഇടുന്നത്. വെള്ളരി ഉണ്ട്, കുക്കുംബർ ഉണ്ട്, സാലഡ് കുക്കുംബർ ഉണ്ട്, കൈപ്പക്ക ഉണ്ട്, പിന്നെ നമ്മളെ തണ്ണിമത്തനുണ്ട്. അങ്ങനെ പലതരം പച്ചക്കറികളാണ്. അപ്പം നമ്മളെ കുക്കുംബറാണ് നമ്മൾ നടാൻ പോണത്. കണ്ട നല്ല റൂട്ടൊക്കെ വന്ന പ്ലാന്റാണ്. അപ്പോൾ നമുക്കിത് ഒരു ടബിൽ നമുക്ക് 3 എണ്ണമായിട്ട് നട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നട്ട് കൊടുത്തണ്ടി കാണുന്നത്. ഇപ്പം നമ്മൾ എല്ലാ ടബിലും നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ സൂഡോമോണസ് കലക്കി ഒഴിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം എന്ന കണക്കിൽ എടുത്തിട്ട് കലക്കിയിട്ട് നമുക്ക് അതിൻ്റെ കടക്കലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിപ്പോൾ നമുക്ക് എന്തോരം ആവശ്യമുള്ളത് അതനുസരിച്ച് നമുക്ക് അങ്ങനെ എടുത്തിട്ട് 1 ലിറ്റർ അങ്ങനെ കണക്കാക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സൂഡോമോണസ് നമുക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്നറിയാം നന്നായിട്ട് വളരാനും ഈ മണ്ണിൽ നിന്നുള്ള രോഗബാധകൾ കുറവായിരിക്കും കേട്ടോ. അതിന് വേണ്ടി നമ്മൾ സൂഡോമോണസ് ഒഴിച്ചു കൊടുക്കണത്. അത് നമുക്ക് ഇലകളിൽ ഒരാഴ്ച തെളിച്ച് കൊടുക്കണം, നല്ലതായിരിക്കും. പുഴുക്കളുടെ ആക്രമണങ്ങളെല്ലാം ഇതിൽ നിന്നും നമുക്കിതിന് പച്ചക്കറികൾക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇനി പച്ചക്കറി തൈകൾ നടാനുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് കുറച്ച് നട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഫുള്ളായിട്ട് നട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം. അല്ലെങ്കിൽ ഇതിൻ്റെ ലെങ്ത് കൂടിപ്പോവും. ഇത് നമ്മുടെ അപ്പുറത്തെ സൈഡിൽ തന്നെ ഇരിക്കുന്ന അമരപ്പയറാണ് കേട്ടോ. അത് നന്നായിട്ട് കായ്ക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ, അടുക്കളത്തോട്ടത്തിൽ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 3-4 കട ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാനിതിൽ നിന്ന് ഇഷ്ടം പോലെ പറിച്ചിട്ടുണ്ട്. ഇത് കണ്ട, ഇത് ഒരു വെള്ളപ്പൂവിൻ്റെ ഇതാണ്. പിന്നെ ഇതൊരു കളറ് നീലയാണ്. ഇത് രണ്ടും അമരപ്പയർ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നല്ലോണം ഉണ്ടാവുന്നുണ്ട് കേട്ടോ.